ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ചട്നിയാണ് കേട്ടോ. പേര് കേട്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. പ്ലാസ്റ്റിക് വെച്ചിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. തികച്ചും ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ചട്നി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചപ്പപ്പായ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് ചട്നി ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു പപ്പായയുടെ പകുതി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ തൊലിയും കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീളത്തിൽ കുറച്ച് കട്ടിയിൽ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ ഞാൻ ഈ ഒരു പപ്പായയുടെ പകുതി 5 പീസസ് ആയിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. വളരെ കനം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു സ്ലൈസർ യൂസ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ കത്തി വെച്ചിട്ട് കനം കുറച്ച് മുറിച്ചെടുത്താലും മതി. കണ്ടോ ചെറിയ ചെറിയ പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ പീസ് വേണമെങ്കിൽ നമ്മൾ ആദ്യം 5 ആയിട്ട് മുറിച്ചില്ലേ, അതൊരു 3ഓ 2ഓ ആയിട്ടൊക്കെ മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പച്ചപ്പപ്പായക്ക് എന്താണ് പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കറുവത്ത് എന്നാട്ടോ പറയാം. കുറേ പേരുണ്ടല്ലേ, ഓമക്കായ, കറൂത്ത, കറുമൂസ, അങ്ങനെ കുറേ പേരുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ പറയാമെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഞാനിത് എല്ലാം സ്ലൈസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് കഴുകി ഊറ്റിയെടുത്ത പപ്പായ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻ്റാണ് കേട്ടോ. അതാ 2 തവണ വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ പപ്പായ ഇങ്ങനെ, ഇത് വളരെ തിന്നായിട്ടല്ലേ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്, അപ്പോൾ അതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് തുറന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇതിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റായി വന്നെങ്കിലും നല്ല പോലെ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിക്കാവുന്ന ഒരു പരുവത്തിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം മൂടി വെച്ച് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒന്ന് കുറുകിയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കറുത്ത മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടൊക്കെ ഒന്ന് പോകുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ, ഷുഗർ സിറപ്പൊക്കെ. എന്നിട്ട് ഇളം ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബംഗാളി ഡിഷാണ് കേട്ടോ. അവർ റൊട്ടിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഒരു സ്വീറ്റായിട്ട് വെറുതെ തന്നെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്